നല്ലൊരു പടം, നല്ലൊരു പടം. ഒരു ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് കണ്ടിരിക്കുന്ന ഒരു പടം. അത് ഉണ്ട്. അത് മാത്രമല്ല, ഒരു അച്ഛനമ്മ, ഒരു മോൻ നല്ലൊരു കഥ. അതെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. പടം അടിപൊളിയാണ്. എന്താ വെച്ചാൽ ഇത് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. സിനിമ ഒരു ഇതിൻ്റെ നിർമ്മാണമൊക്കെ ഒരു പുറത്തുനിന്നുള്ള ഒരു ആൾക്കാരാണ് ഇത് ചെയ്തേക്കണെല്ലാം. പടം ഒരു എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു സംഭവങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ആകെ ഉള്ളത് പുതുമുഖങ്ങളാണ്. പിന്നെ ആകെ ഉള്ളത് സീമാജി നായർ ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കാണണം. എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റിയ സാധനം ഈ സിനിമയിലുണ്ട്. എന്തായാലും നല്ലൊരു പടമാണ്. എന്തായാലും കണ്ടിരിക്കാം, ലാഗില്ലാണ്ട് കണ്ടിരിക്കാം. ഓക്കെ. പുനീത് എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. വ്യത്യസ്ത പ്രമേയത്തിലെടുത്തൊരു ചിത്രം. എന്താ പറയുന്നത്, നല്ല ഈ നമ്മുടെ ഈ ഇൻഫോ പാർക്ക് പോലെയുള്ള സംവിധാനം, ഇന്റർനെറ്റ് പോലെയുള്ള ഇതിലൊക്കെ ഉള്ള തൊഴിൽ മേഖല അന്വേഷിക്കുന്നവരൊക്കെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാവരും നല്ല സീമാജി നേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രമാണ് അച്യുതം. നല്ല പടം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പടത്തിനെ പറ്റിയിട്ട് നല്ല പറയുന്നത് ഒരു കൊച്ചു സിനിമ. ഈ കലാരൂപം എന്ന് പറയുന്ന സാധനം, ഈ തെയ്യംകെട്ടിൻ്റെത് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗത്തേക്ക് അങ്ങോട്ടാണ്. നമുക്ക് ഇവിടേക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പക്ഷേ നമ്മളെ ഈ കാന്താരൊക്കെ മൂവി വന്ന് അതേമാതിരി ഒരു സാധനം, പക്ഷെ ചെയ്തു വെച്ച സാധനമല്ലേ. നല്ലൊരു കൊച്ചു സിനിമയാണെന്നുണ്ടെങ്കിലും പുനീത്തിൻ്റെ സംവിധാനത്തിൽ നല്ല അടിപൊളിയായിട്ട് അതിൽ ആക്ട് ചെയ്ത എല്ലാവരും നല്ല പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. അമ്മാരി സീൻ. പിന്നെ ആ കലാരൂപം കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ദേവി, ഗുളികൻ, പിന്നെ വിഷ്ണുമായ, അങ്ങനെ അതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ അതിലോട്ടാണ് കൊണ്ടുപോയി ചേർക്കണം. നല്ല നമുക്ക് തന്നെ ആ ദൈവത്തിൻ്റെ അടുത്ത് പോയ ഒരു ഫീൽ കിട്ടും. അതിലെ കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും, വില്ലന്മാരായിക്കോട്ടെ, നായിക ആയിക്കോട്ടെ, പിന്നെ അതിൽ അഭിനയിച്ച മിക്ക എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ സിനിമ, എല്ലാവരും കാണേണ്ട സിനിമയാണ്. മസ്റ്റ് വാച്ച്. ഒരുപാട് നന്നായിരുന്നു. നന്നായി വന്നിട്ടുണ്ട് ഔട്ട്പുട്ട്. ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇതൊരു എന്താ പറയുക, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. സോ എക്സ്പീരിയൻസ് വളരെ അമേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് ഓഡിയൻസ് വരുമ്പം ഇനിയും അത് എന്താ പറയുക വലുതാവും. വളരെ ഇമോഷണലാണ്. ഇതൊരു പേഴ്സണൽ വിൻ പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ അതിൽ ഓഡിയൻസിൻ്റെ ഭാഗമാകുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. പ്രേക്ഷകരിൽ ഏറ്റെടുക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ. അപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എൻ്റെ പാർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിൽ സിനിമ ഓവറോൾ നല്ലതാണ്. എല്ലാവരും ചേർത്ത് പിടിക്കണം, സിനിമയെ വിജയിപ്പിക്കണം. കാരണം ഇത് നമ്മുടെ തുടക്കമാണ്. പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, എല്ലാവരും ചേർത്ത് പിടിക്കണം, മൂവി കാണണം, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എല്ലാവരും കൂടി എടുത്തൊരു ഗ്രൂപ്പ് എഫേർട്ട്, ഒരു ഗ്രൂപ്പ് വർക്ക് കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസും കൂടിയാണ് അച്യുതാവതാരം. മൾട്ടിപ്പിൾ ജോണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും കാണാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാവരെയും പോലെ തന്നെ ഞാനും വളരെ ഹാപ്പിയാണ്. ഇതൊരു മൾട്ടി ജോണർ എന്ന് പറയാം. നമ്മൾ ഒരു രീതിയിൽ ഒരു ജോണറിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ കഥ കേൾക്കാൻ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പല ലെയറുകളും ഈ ഫിലിമിനകത്തുണ്ട്. മുഴുവൻ കണ്ടു തീരുമ്പോഴാണ് നമ്മളൊരു പസിൽ ഫീൽ ചെയ്യുന്ന പോലെ, ഇത് അവസാനിക്കുമ്പോഴാണ് മുഴുവനായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ടാൽ കൂടുതൽ ലെയറുകളിലേക്ക് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. Hi, myself Puneet. I am the director of Achyutavataram, and I request each and every audience to watch the Achyutavataram film and experience it in the theatre itself. Okay, thank you very much. നമ്മളിതിനകത്ത് അഭിനയിച്ചിട്ടുള്ളൊരു അപ്പോൾ ഓൾറെഡി നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രിവ്യൂവിന് ഇത് കണ്ടിരുന്നു. പിന്നെ സെക്കൻഡ് ടൈം കാണുമ്പോൾ ഇത് ആക്ച്വലി ഒരു നോൺ ലീനിയർ ആയിട്ട് പോകുന്നൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ടൈം കാണുമ്പോൾ കുറേ കൂടി ക്ലാരിറ്റി വന്നതായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ഇനി ഓഡിയൻസ് ആണ് അതിന് ഫൈനൽ ഇത് പറയേണ്ടത്. അപ്പോൾ ബേസിക്കലി ഇതൊരു സൈബർ ക്രൈം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ട്. അതിനൊപ്പം തന്നെ ഫാമിലി ഡ്രാമ, ഇമോഷൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഓഡിയൻസ് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തും, തിയേറ്ററിൽ പോയി കാണും. അത്രേ പറയാം. താങ്ക് യു. ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും സൈബർ ക്രൈമിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എല്ലാവരും അത്യാവശ്യം എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഇത് തോന്നുന്നില്ല. ആക്ച്വലി ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. Being the music director of this movie Achyutavataram, I felt it really good for the positive responses we are getting.
So we have done this movie with all the soul and like with the love. So do come to theaters and watch it in theater without fail to experience that magical audiovisual experience. Please come. Tried some difficult kind of music notes in this movie. Because this is a hyperlink movie where there will be more characters and antagonist, protagonist, and there will be like different parallel stories going on. So we should be like having all the things linked with the music as well. So with the music, like we should be having that proper connection to show you all like the connection between all the stories and the characters. We have worked a lot and enjoyed a lot while working. So experimented many things in this movie. I have enjoyed a lot. Yeah. Thank you. Do come to theaters. It was good. I think this is my 5th preview of the film. I'm seeing it improving in every particular show. I'm happy because people have started to really, indulge in the story. The story we've been working on this project for around 9 months now. So in that 9 months of travel, seeing it, see the light in the projector in the theater today, it's a good feeling. And I'm happy because our intention of making the film is getting fulfilled. It's serving the purpose. Today is the first opening, so we are hoping that it works well in all regions. Thank you.